ഒരു നിയോജകമണ്ഡലത്തിൽ ഒരു കളിയിടം പദ്ധതിയുടെ ഭാഗമായി തിരുവമ്പാടി മണ്ഡലത്തിലെ ചെറുവാടി ഗ്രൗണ്ടിന് സർക്കാർ 50 ലക്ഷം രൂപ അനുവദിച്ചിട്ടും ഗ്രൗണ്ട് നവീകരണത്തിന് ഒരു രൂപ പോലും അനുവദിക്കാതെ കൊടിയത്തൂരിലെ കായിക താരങ്ങളുടെ സ്വപ്നങ്ങൾ തകർക്കുന്ന UDF ഭരണസമിതിക്കെതിരെ എന്ന മുദ്രാവാക്യവുമായി പ്രതിഷേധ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. DYFI നേതൃത്വത്തിൽ നടന്ന മത്സരം തിരുവമ്പാടി ബ്ലോക്ക് സെക്രട്ടറി E. അരുൺ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിൻ്റെ ഒരു നിയോജകമണ്ഡലത്തിൽ ഒരു കളിയിടം പദ്ധതിയുടെ ഭാഗമായി തിരുവമ്പാടി മണ്ഡലത്തിലെ ചെറുവാടി ഗ്രൗണ്ടിന് സർക്കാർ 50 ലക്ഷം രൂപ അനുവദിച്ചിട്ടും ഗ്രൗണ്ട് നവീകരണത്തിന് ഒരു രൂപ പോലും അനുവദിക്കാതെയും യാതൊരു ഇടപെടൽ നടത്താതെയും കൊടിയത്തൂരിലെ കായിക താരങ്ങളുടെ സ്വപ്നങ്ങൾ തകർക്കുകയാണെന്ന് ആരോപിച്ചാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രതിഷേധ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. ഇടതുപക്ഷ ഗവൺമെൻറ് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഒരു കളിസ്ഥലം എന്ന മുദ്രാവാക്യത്തോടുകൂടി ഒരു സ്വപ്ന പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ ആദ്യഘട്ടമെന്നോണം കേരളത്തിലെ 140 നിയോജകമണ്ഡലങ്ങളിലും ഒരു പഞ്ചായത്തിൽ ഒരു ഗ്രൗണ്ട് തിരഞ്ഞെടുത്തുകൊണ്ട് അതിൻ്റെ പ്രവർത്തനം സംഘടിപ്പിക്കുകയാണ്. കൊടിയത്തൂർ പഞ്ചായത്തിൽ MLA അനുവദിച്ചിട്ടുള്ള ഗ്രൗണ്ട് 50 ലക്ഷം രൂപയാണ് MLA ഈ ഗ്രൗണ്ടിന് ഇടതുപക്ഷ ഗവൺമെൻറ് മാറ്റിവെച്ചിട്ടുള്ളത്. ബാക്കി വരുന്ന 50 ലക്ഷം രൂപ പഞ്ചായത്ത് ആണ് നീക്കിവെക്കേണ്ടത്. കൊടിയത്തൂരിലെ UDF ഗവൺമെൻറ് ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു തരത്തിലുള്ള സമീപനവും സ്വീകരിച്ചിട്ടില്ല. ഈ പ്രദേശത്തെ കായിക താരങ്ങളുടെ സ്വപ്നങ്ങൾക്ക് കരിനിഴൽ വീഴ്ത്തുന്ന സമീപനമാണ് ഇവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. DYFI നേതൃത്വത്തിൽ നടന്ന മത്സരം തിരുവമ്പാടി ബ്ലോക്ക് സെക്രട്ടറി E. അരുൺ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് മുഹമ്മദ് ആഷിഖ്, ട്രഷറർ ഇർഷാദ് കുന്നത്ത്, E. അബി, AP രതീഷ്, K. ഷാമിൽ, രഗ്നീഷ്, P. ശരത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മുക്കം.